Vishishta Aditi, Mr. C.B. George, Commercial Counselor at Indian Embassy. അദ്ദേഹത്തെ ഞാൻ ഓണമേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിലവിളക്ക് കൊളുത്തി നമ്മുടെ ഈ ഓണമേള ഉദ്ഘാടനം ചെയ്യുവാനായി ഈ വേദിയിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. Mr. C.B. George, രണ്ട് വാക്ക് സംസാരിക്കും. ടി.ജി. മണലേൽ, ശ്രീ സുരേഷ് രാജ്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ എംബസിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഓണത്തിൻ്റെ ആശംസകൾ അർപ്പിക്കട്ടെ. ശ്രീ ടി.ജി. മണലേൽ സൂചിപ്പിച്ചു, 3 മാസക്കാലമായി ഏതാണ്ട് 200ഓളം ആൾക്കാർ വളരെയധികം കഠിനാധ്വാനം ചെയ്താണ് ഈ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചടങ്ങ് നടത്തുവാനായിട്ട് സാധിക്കുന്നത് എന്ന്. എനിക്കറിയാം, ഒരു ചെറിയ ചടങ്ങ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണെന്ന്. അപ്പോൾ ഇത്രയും ഈ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഈ സംഘടനയുടെ ഭാരവാഹികളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കമ്മിറ്റിക്കാരെയും പ്രസിഡൻറ്റിനെയും മറ്റ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ പ്രത്യേകമായിട്ട് ആദ്യമായി തന്നെ അഭിനന്ദിക്കട്ടെ. ഓണത്തിൽ പങ്കെടുക്കുമ്പോൾ ഏതൊരു മലയാളിയുടെ മനസ്സിൽ വരുന്നത് പണ്ടെങ്ങോ അവൻ അല്ലെങ്കിൽ അവൾ ഓണസദ്യ ഉണ്ട് ഓണത്തിൽ പങ്കെടുത്ത് നാട്ടിൽ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ചടങ്ങിൽ വരണമെന്ന് എന്നോട് ശ്രീ സുരേഷ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതും അതുതന്നെയാണ്. പണ്ടെങ്ങോ കുഞ്ഞു മുണ്ടുമുടുത്ത് തുമ്പപ്പൂവും ചെത്തിപ്പൂവും ഒക്കെ നോക്കി ആ വയലേലകളിലൂടെ ഇങ്ങനെ രാവിലെ എണീറ്റ് പുല്ല് പറിച്ച് നടന്നിരുന്ന ആ ഒരു കാലഘട്ടം, അത് ഒരു നഷ്ടബോധം മനസ്സിൽ വന്നിരിക്കുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ്, ഇന്ന് രാവിലെ വരുന്നതിന് മുമ്പ് ടി വിയിൽ സെനറ്റർ കെന്നഡിയുടെ ഫ്യൂണറൽ വാച്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഓണത്തിന് പോകുമ്പോൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഈ അമേരിക്കയിലെ 1ാം ഫാമിലിയായിട്ട് ഇന്നും എന്നും അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് കെന്നഡി ഫാമിലി. എന്നിട്ടും അവരുടെ ഐറിഷ് ഐഡൻറ്റിറ്റി എല്ലാ കാലത്തും അത് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് കെന്നഡിയുടെ മോന് എഡ് കെന്നഡി ജൂനിയർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇന്ന് ആ ചടങ്ങിൽ വെച്ച് പറയുകയാണ്,
മൈ ഫാദർ വാസ് എ പ്രൗഡ് ഐറിഷ്യൻ പേഴ്സൺ എന്ന്. അപ്പം ഞാൻ ഓർത്ത് അത് അവരുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും അവരുടെ ഐറിഷ് ഐഡൻറ്റിറ്റി ഉയർത്തി കാണിക്കുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഓണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെ നമ്മുടെ മലയാളി ഐഡൻറ്റിറ്റി എത്രയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് നമ്മളുടെ വരും തലമുറകളിലേക്കും പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു ആവേശമാണ് ഈ വെയിലത്തുകൂടി ഇത്രയും കുട്ടികളെ ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്ന് നമ്മുടെ ഓണത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്കുള്ള ആ ആകാംക്ഷയും താല്പര്യവും കാണിക്കുന്നത്. അത് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. ഞാൻ ഓർക്കുന്നു, I can be very proud to say that, every meal I eat at my home, or every meal my children eat at my home, or the meal which I serve for my guests is always a Malayali meal. That is the identity which we need to keep. കാരണം ഞാൻ ഇപ്പോൾ അമേരിക്കയിൽ കൂടെ പലതവണ യാത്ര ചെയ്തപ്പോഴേ, ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ഒഹായോ, കൊളംബസ് ഒഹായോ. അവിടെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ദിസ് ജെന്റിൽമാൻ വാസ് ആക്ച്വലി ട്രാവലിംഗ് ടു കേരള. He was going to Kerala, and it is on this way to Kerala that he came to America and discovered America. So our land, Kerala, Malayali land, has such a history where Saint Thomas, an apostle of Jesus, came in 52 AD, where Islam came first, even before it reached many parts of Saudi Arabia. Christianity came to that place before it reached Europe. Jewish religion was there much before it, even before Christ. So that is the culture, that is the identity which Kerala has, and I think every Malayali should be proud about that, and we should be able to pass it on to our children. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. Since I represent the embassy, I would like to just say a few words about India-US relations. Just one word. During the last couple of years, you all know that we have seen a clear transformation in our relations between our two countries, India and the US. This is not the contribution of any single person or any single government. Every one of us have contributed in a significant way in this endeavor. So I would like to thank each one of you. You might have told good things about India to your neighbors, to your friends, to your colleagues. We should keep up that job. It is a mutually beneficial relationship which we need to support, and we need to help it to become a reality and it to further. So I would like to thank once again the organizers for inviting me, and on behalf of the embassy, I express my sincere thanks and congratulations. Thank you very much. Thank you, Mr. C.B. George. It is my pleasure to invite our editorial team for the release of our Onam Mela souvenir Varta to Mr. C.B. George. This beautiful and informative souvenir was made possible by Anil Nair, Dinesh Kumar, Jayan Varyam, and Dr. Gabriel Roy.